Good morning all. നമ്മൾ പറഞ്ഞു നിർത്തിയത് ദ റിഫ്ലക്ഷൻ യൂസിങ് ഹൈജീൻ പ്രിൻസിപ്പിൾ ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ഇനി നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് റിഫ്രാക്ഷൻസ് യൂസിങ് ഹൈജീൻസ് പ്രിൻസിപ്പിൾ ആണ്. വാട്ട് ഈസ് റിഫ്രാക്ഷൻ? എന്താണ് റിഫ്രാക്ഷൻ? റിഫ്രാക്ഷൻ എപ്പോഴാണ് നടക്കുന്നത്? ഒരു ലൈറ്റ് അല്ലെങ്കിൽ ഒരു വേവ് ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ ആ ലൈറ്റിന് ഉണ്ടാവുന്ന ഒരു ഷിഫ്റ്റ് ആണ് എന്ത്? റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ. ഇവിടെ ഇപ്പോൾ ലൈറ്റ് വേവ്സ് ആണ്. ലൈറ്റ് വേവ്സ് എവിടെയാണ്? എയറിലാണ്. ഇതാ ഈ ഭാഗം കണ്ടോ? ഈ ഭാഗം എന്താണ്? എയറിലാണ്. അപ്പോ എയറിൽ നിന്നും ഇത് മീഡിയം 2 വാട്ടർ ആണ് സങ്കല്പിക്കാം. അപ്പോൾ ഈ എയർ മീഡിയത്തിൽ നിന്നും വാട്ടറിലേക്ക് പോകുമ്പോൾ ലൈറ്റ് ഉണ്ടാവുന്ന ഒരു ഷിഫ്റ്റ് കണ്ടോ? ഇങ്ങനെ നേരെ പോകേണ്ടതിന് പകരം എന്തായി? ഒന്ന് ഷിഫ്റ്റ് ആയിട്ട് പോയി. ആ ഒരു വ്യതിയാനമാണ് എന്ത്? റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ ലോ ഓഫ് റിഫ്രാക്ഷൻ അല്ലെങ്കിൽ സ്നെൽസ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ ഐ ബൈ സൈൻ ആർ ഈക്വൽ ടു n1 ബൈ n2. നിങ്ങൾ കേട്ടിട്ടുണ്ടാവല്ലോ. സൈൻ ഐ ബൈ സൈൻ ആർ ഈക്വൽ ടു n1 ബൈ n2 എന്ന് പറഞ്ഞാൽ n1 and n2 ആർ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സസ് ഓഫ് ദ മീഡിയം അല്ലെ? അപ്പോൾ നമ്മൾ സ്നെൽസ് ലോ ആണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഹൈജീൻസ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്യാണ്. ഓക്കെ, സോറി, സൈൻ ഐ ബൈ സൈൻ ആർ ഈക്വൽ ടു n2 ബൈ n1 ഉണ്ടോ? n2 എന്ന് പറഞ്ഞാൽ ഏതാണ്? ദ സെക്കൻഡ് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്, ആണ്. മറ്റേ n1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. ഇവിടെ ഫസ്റ്റ് മീഡിയം എന്താണ്? എയർ ആണ്. സെക്കൻഡ് മീഡിയം എന്താണ്? വാട്ടർ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു AB എന്ന് പറഞ്ഞൊരു പ്ലെയിൻ വേവ് ഫ്രണ്ട് ആണ്. ആ പ്ലെയിൻ വേവ് ഫ്രണ്ട് ഈ രണ്ട് മീഡിയത്തിന്റെയും ഇന്റർഫേസിൽ എന്താണ്? ഇൻസിഡന്റ് ചെയ്യാണ് അല്ലെ? ഇതാണ്ടോ? ദിസ് PP dash is the interface between air and water. ദാ PP dash കണ്ടോ? ഈ ലൈൻ. അപ്പോൾ പ്ലെയിൻ വേവ് ഫ്രണ്ട് ആയ AB എന്ന് പറഞ്ഞിട്ടുള്ള വേവ് ഫ്രണ്ട് ഈ ഇന്റർഫേസിൽ ഇൻസിഡന്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന വ്യതിയാനോട് കാണിച്ചിരിക്കുന്നത് കണ്ടോ? എപ്പോഴും ലൈറ്റ് റേസ് എന്തായിരിക്കും? നമ്മുടെ വേവ് ഫ്രണ്ടിന് എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും അല്ലേ? അപ്പൊ എല്ലായിടത്തും എന്തുണ്ട്? ലൈറ്റ് റേസ് ഉണ്ട്. ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് ഓരോ ഡയറക്ഷനിലും എല്ലാ പോയിന്റിലും ഉണ്ട്. അപ്പൊ നമ്മൾ ഓൺലി A and B പോയിന്റ്സ് ആണ് എടുക്കുന്നത്. ഹൈജീൻസ് പ്രിൻസിപ്പിൾ പ്രകാരം ദ പോയിന്റ് ഇൻ ദ വേവ് ഫ്രണ്ട് ആക്ട് ആസ് സെക്കൻഡറി സോഴ്സ് ആണല്ലോ. അപ്പോൾ ഈ AB എന്നുള്ള വേവ് ഫ്രണ്ടിന്റെ ഓരോ പോയിന്റും എന്താണ്? സെക്കൻഡറി സോഴ്സ് ആണ്. അപ്പോൾ ഞാൻ കൺസിഡർ ചെയ്യുന്നു A and B. A എന്നുള്ളൊരു പോയിന്റും B എന്നുള്ളൊരു പോയിന്റും. അപ്പൊ അവിടെ നിന്നും എനിക്ക് എന്തുണ്ട്? സെക്കൻഡറി സോഴ്സസ് എന്തുണ്ട്? വേവ് എമിറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ? ലൈറ്റ് എമിറ്റ് ചെയ്യും. അപ്പൊ ഇവിടെ നിന്നും എന്റെ ഒരു ലൈറ്റ് എമിറ്റ് ചെയ്താണ് AE എന്നുള്ളത്. B എന്നുള്ള പോയിന്റ് നിന്ന് ലൈറ്റ് എമിറ്റ് ചെയ്താണ് എന്ത്? BC എന്ന് പറയുന്നത്. This is a light ray and AE also a light ray അല്ലെ? പക്ഷെ ഇവിടെ കണ്ടോ, ഇത് കുറച്ച് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഈ റേ എന്തുണ്ട്? കൂടുതൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് പറയാൻ പറ്റും നിങ്ങൾക്ക് ആർക്കെങ്കിലും? എന്താണ് അവിടെ എങ്ങനെ കുറച്ച് സഞ്ചരിക്കാനും മറ്റേ റേ കൂടുതൽ സഞ്ചരിക്കാനുള്ള കാരണം എന്താണ്? വാട്ട് ഈസ് ദ പോയിന്റ്? നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. BC എന്ന് പറഞ്ഞിട്ടുള്ള റേ ഏതിലൂടെയാണ് പോകുന്നത്? എയറിലൂടെയാണ് പോകുന്നത് അല്ലേ? ഇത് മൊത്തം എയർ ആണല്ലോ. അപ്പൊ എയറിലൂടെയാണ് BC എന്ന് പറഞ്ഞുള്ള റേ പോകുന്നത്. ബട്ട് AE എന്നുള്ള പറഞ്ഞുള്ള ഈ റേ ഏതുകൂടെയാണ് പോകുന്നത്? വാട്ടറിലൂടെയാണല്ലേ പോകുന്നത്. അപ്പോൾ വാട്ടറിലും എയറിലും ലൈറ്റ് ഒരേപോലെയാണോ സഞ്ചരിക്കുക? ഒരിക്കലുമല്ല. കാരണം എന്താണ്? ലൈറ്റിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വാട്ടറിനെക്കാട്ടും എന്താണ്? കുറവാണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവാണെങ്കിൽ ലൈറ്റിന്റെ വെലോസിറ്റി എന്തായിരിക്കും? കൂടുതലായിരിക്കും. നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, V equal to C/N. C is the velocity of light, V is the velocity of light in medium. Okay, N എന്ന് പറഞ്ഞാൽ ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പോൾ എയറിന്റെ കാര്യത്തിൽ ഈ N എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. അപ്പോൾ V equal to എന്തായി? C ആയി അല്ലെ? എയറിന്റെ കാര്യത്തിൽ V in air എന്താണ്? C തന്നെയാണ്. V in air C ആണ് അല്ലെ? കാരണം N equal to 1 ആണ് ഇൻ ദ കേസ് ഓഫ് എയർ.
ബട്ട് വാട്ടറിന്റെ കേസിൽ n എന്ന് പറഞ്ഞാൽ എന്താണ് 1.5 അങ്ങനെ വാല്യൂ 1.33 സോറി 1.5 ആണ് വാല്യൂ. അപ്പോൾ v in വാട്ടർ എന്തായിരിക്കും? v in വാട്ടർ വെലോസിറ്റി ഇൻ വാട്ടർ c by 1.5 ആയിരിക്കും. c by 1.5 that is less than the velocity in air അല്ലെ? വെലോസിറ്റി ഇൻ എയറിനെക്കാട്ടും ലെസ് ദാൻ ആവില്ലേ ഇത്? കാരണം ഇത് 1 ആയിരുന്നു, ഇവിടെ 1.5 ആയി. അതുകൊണ്ട് തന്നെ ഈ വെലോസിറ്റി ഇൻ വാട്ടർ എന്താണ്? കുറവാണല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് എന്ത് ലൈറ്റ് റേ ഇവിടെ നിന്നും കുറച്ച് ദൂരം സഞ്ചരിച്ചത്. പക്ഷെ ആ സമയം കൊണ്ട് തന്നെ സെയിം ടൈമിൽ തന്നെ എയറിലൂടെ ഉള്ള റേ എന്ത് ചെയ്തു? ഇത്രയും ഡിസ്റ്റൻസ് സഞ്ചരിച്ചു. മനസ്സിലായില്ലേ? അപ്പോൾ എയറിലൂടെ പോകുന്ന റേ ബി സി ട്രാവൽ ചെയ്തപ്പോൾ സെയിം ടൈമിൽ നമ്മുടെ വാട്ടറിലൂടെ സഞ്ചരിച്ച റേ എന്ത് എ ഇ എന്നുള്ള ഇത്ര ദൂരമേ സഞ്ചരിച്ചിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കാം. അങ്ങനെ ഇയും സിയും എന്ത് ചെയ്തു? നമ്മൾ കൂട്ടി യോജിപ്പിച്ചു. ഓക്കെ, അതാണ് നമ്മുടെ ഫിഗർ. അപ്പോൾ എ ബി ഈസ് ആൻ ഇൻസിഡന്റ് വേവ് ഫ്രണ്ട് ഓൺ ദ ഇന്റർഫേസ് പി പി ഡാഷ് ആൻഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയം 2 ഈസ് refractive index of the second medium എന്താണ്? n2 എന്ന് ആയിട്ട് എടുക്കാം കേട്ടോ. n2 refractive index of the first medium that is air is n1 എന്നെടുക്കുക. okay, then let v1 be the speed of light in medium 1 that is air v1. okay, v2 is the velocity of light in medium 2. okay, now we can tell that v2 is less than v1 അല്ലേ? ഞാൻ പറഞ്ഞല്ലോ, കാരണം എന്താണ്? v2 is less than v1. ഓക്കെ, അപ്പോൾ എയിൽ നിന്നും ഇയിലേക്ക് വാട്ടറിലൂടെ പോകുന്ന റേ അറ്റ് t സെക്കൻഡ് സെയിം ടൈമിൽ തന്നെ എയറിലൂടെ പോകുന്ന റേ ബി ടു സി കവർ ചെയ്തു അല്ലെ? നോക്കാം. അപ്പോൾ നമ്മുടെ എയറിലൂടെ പോകുന്ന റേ ടോ സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവും? യു ക്യാൻ ഡിറ്റർമിൻ ദാറ്റ് ഫ്രം ദി ഫിഗർ. എത്ര സഞ്ചരിച്ചിട്ടുണ്ടാവും? അതായത് വി എന്ന വെലോസിറ്റി v1 എന്ന വെലോസിറ്റിയിൽ നമ്മുടെ എയറിലൂടെ പോകുന്ന ഈ റേ ടി ടൈമിൽ ബി സി കവർ ചെയ്തു അല്ലെ? അപ്പൊ അതിന്റെ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? അല്ലെങ്കിൽ ബി സി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? വെലോസിറ്റി ഇൻടു ടൈം ആണല്ലോ ഡിസ്റ്റൻസിന്റെ ഫോർമുല. അപ്പൊ എന്തായിരിക്കും? v1 is the velocity and tau is the time. അപ്പോ v1 tau എന്നുള്ള ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്തിട്ടുണ്ടാവും അല്ലെ? v1 tau. ഓക്കെ ആണല്ലോ? സെയിം ടൈമിൽ തന്നെ നമ്മുടെ വാട്ടറിലൂടെ പോകുന്ന റേ എത്ര സഞ്ചരിച്ചിട്ടുണ്ടാവും? ദാറ്റ് ഈസ് എ ഇ എത്ര സഞ്ചരിച്ചിട്ടുണ്ടാവും? എ ഇ is the distance traveled by the ray in the water. so AE എന്തായിരിക്കും? AE v2 tau ആയിരിക്കുമല്ലോ. v2 tau, v2 is the velocity of light in the water അല്ലെ? v2 tau ആയിരിക്കുമല്ലോ. അപ്പോൾ BC divided by AE എന്തായിരിക്കും? BC divided by AE എന്തായിരിക്കും? ജസ്റ്റ് നമ്മൾ കാണുകയാണ്. നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്സിൽ എന്തായിരിക്കും ആവശ്യം വരും? AE BC by AE എന്തായിരിക്കും? ഇതിനെ ഡിവൈഡ് ചെയ്താൽ പോരെ? BC by AE എന്തായിരിക്കും? v1 by v2 ആയിരിക്കില്ലേ? കാരണം ടോയും ക്യാൻസൽ ആയി. ടോ is the time അല്ലെ? v1 by v2. okay, this is v1 by v2 നമ്മൾ കണ്ടുപിടിച്ചു അല്ലെ? ഓക്കെ, ശരി, മനസ്സിലായല്ലോ? ഇനി നമ്മൾ ട്രയാങ്കിൾ നോക്കുകയാണ്. ദിസ് ഈസ് EAC, കോൺ EAC. കോൺ EAC നോക്കൂ. കോൺ EAC, കോൺ EAC that is 90 ഡിഗ്രി ആവില്ലേ? 90 ഡിഗ്രി. EAC ഇതും ഇങ്ങനെ പോയിട്ട് ഇങ്ങനെയുള്ളത് ഇത് 90 അല്ലേ? ആക്ച്വലി ഇതെന്താണ്? റിഫ്രാക്റ്റിംഗ് ആംഗിൾ ആണ് അല്ലെ? R. അപ്പോൾ ഇതെന്തായിരിക്കും? 90 മൈനസ് R ആവില്ലേ? 90 മൈനസ് R, കാരണം രണ്ടും കൂടി എന്തായിരിക്കും? 90 ആവും. അപ്പോ ഈ കോൺ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും?
90 മൈനസ് 6 ആവില്ലേ? അപ്പൊ ഈ കോൺ എന്താണ്? ആൾറെഡി 90 ആണ് അല്ലെ? കാരണം BEC നമ്മൾ ഒരു വേവ് ഫ്രണ്ട് ആണല്ലേ. അപ്പൊ ഞാൻ എപ്പോഴും പറഞ്ഞു ലൈറ്റ് റേ എന്തായിരിക്കും? വേവ് ഫ്രണ്ടിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പൊ ഈ AE എന്നുള്ള റേ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ ആയിരിക്കും 90 ഡിഗ്രി ആയിരിക്കും അല്ലെ. അപ്പൊ ഇവിടുത്തെ ആംഗിളും ഇവിടുത്തെ ആംഗിളും കിട്ടിയില്ലേ? ഇത് എത്ര? 90. ഇത് 90 മൈനസ് 6. അപ്പൊ ടോട്ടൽ 180 മൈനസ് 6. അപ്പൊ ഇവിടെ എന്തായിരിക്കണം? 6 തന്നെ ആയിരിക്കണം. കാരണം ടോട്ടൽ 180 കിട്ടണമല്ലോ. എങ്ങനെയാണ് ഫസ്റ്റ് ഈ കോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? 90 ഡിഗ്രി ആണ്. അതിന്റെ ഒരു ഭാഗം 6 ആയിട്ട് പോയി, ബാക്കി എന്തുണ്ട്? 90 മൈനസ് 6 ആയി. ദെൻ ട്രയാങ്കിൾ AEC എന്ന് പറഞ്ഞാൽ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. കോൺ AEC എന്ന് പറഞ്ഞാൽ എന്താണ്? 90 ഡിഗ്രി ആണല്ലേ. അപ്പൊ 90 ഡിഗ്രി, ഇവിടെ 90 മൈനസ് 6. അപ്പൊ ടോട്ടൽ എത്രയായി? 180 മൈനസ് 6 ആയിരിക്കും അല്ലേ. 180 മൈനസ് 6 ആയി. ടോട്ടൽ 180 ആണെങ്കിൽ എനിക്ക് ഇവിടെ എന്ത് വരണം? 6 വേണം അല്ലേ. അപ്പൊ അല്ലേ ഈ 6 മാർക്ക് ക്യാൻസൽ ആയിട്ട് 180 വരുള്ളൂ. അപ്പോൾ ഈ ആംഗിൾ എന്ത് കിട്ടി? 6 കിട്ടി. ഓക്കെ ആണല്ലോ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്തു? ECA എന്നുള്ള കോൺ എന്തായി? 6 എന്ന് കിട്ടി. I എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസിഡന്റ് ആംഗിൾ. We discussed it previously. So we have BC. BC equal to BC, this line. ഇവിടെ sin I എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? sin I. sin I എന്തായിരിക്കും? sin I എന്ന് കണ്ടുപിടിച്ച് നോക്കൂ. sin I. sin I എന്നുള്ളതായിരിക്കും ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്. മട്ട ത്രികോണം എന്നാണ് ഇതാണ് അല്ലെ. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ ഇതായിരിക്കും ഹൈപ്പോട്ടന്യൂസ്. മട്ട ത്രികോണത്തിന്റെ എതിരുള്ളതാണ് എന്ത്? ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ BC ഡിവൈഡ് ബൈ AC ആയിരിക്കും എന്ത്? sin I എന്ന് പറഞ്ഞാൽ. അപ്പോൾ BC എന്തായിരിക്കും? BC ഈക്വൽ ടു AC sin I എഴുതാലോ. ഈ AC എന്ത് ചെയ്തു? ഇങ്ങോട്ടുണ്ടായി ഇക്വേഷന്റെ അപ്പുറത്തേക്ക്. അപ്പോ AC sin I എന്ന് വന്നു അല്ലെ. AC sin I. BC ഈക്വൽ ടു AC sin I ആയി. ഇനി നമ്മൾ sin R കണ്ടുപിടിച്ച് നോക്കൂ. sin R എന്താ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലെ. ഓപ്പോസിറ്റ് സൈഡ് ഈസ് AE, ഹൈപ്പോട്ടന്യൂസ് ഈസ് AC അല്ലെ. ഇവിടെയാണ് മട്ട ത്രികോണം. ഇതാണ് കോൺ 90. അപ്പൊ ഇതിന്റെ എതിരുള്ളതാണ് എന്ത്? ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ AC ആണ് ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മൾ AE കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്ത് വരും? AE ഈക്വൽ ടു എന്തായിരിക്കും? AE AC sin R ആയിരിക്കും അല്ലെ. AC sin R. ഓക്കെ ആണല്ലോ. ഇപ്പോൾ sin I ബൈ sin R എന്തായിരിക്കും? sin I ബൈ sin R ഇത് രണ്ടും ഡിവൈഡ് ചെയ്യുക. BC ബൈ AE എന്നുള്ള ഈ BC ഈക്വൽ ടു AC sin I യും AE ഈക്വൽ ടു AC sin I ഉണ്ടല്ലോ. ഇത് രണ്ട് ഇക്വേഷൻ രണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ AC ക്യാൻസൽ ആയി പോവില്ലേ. ബാക്കി എന്തുണ്ട്? BC ബൈ AE എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇക്വേഷൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക പറഞ്ഞാൽ ഇക്വേഷന്റെ റൈറ്റ് ഹാൻഡ് സൈഡും ലെഫ്റ്റ് ഹാൻഡ് സൈഡും എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യും? BC ബൈ AE കിട്ടില്ല. ഇവിടെ ഇപ്പുറത്തെ AC എന്ത് ചെയ്യും? ക്യാൻസൽ ആയി പോകും. ബാക്കി എന്ത് വരും?
സൈൻ ഐ ബൈ സൈൻ ആർ വരില്ലേ? സൈൻ ഐ ബൈ സൈൻ ആർ, സൈൻ ഐ ബൈ സൈൻ ആർ അല്ലേ? ഓക്കെ, ദാറ്റ് ഈസ് എന്തായി? ബി സി ബൈ എ ആൾറെഡി ഞാൻ കണ്ടുപിടിച്ചു, V1/V2 അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ബി സി ബൈ എ ഈസ് സൈൻ ഐ ബൈ സൈൻ ആർ ആണല്ലേ? അപ്പോൾ സൈൻ ഐ ബൈ സൈൻ ആർ ഈക്വൽ ടു എന്ത്? V1/V2 എഴുതി കൂടെ? സൈൻ ഐ ബൈ സൈൻ ആർ ഈക്വൽ ടു V1/V2 എഴുതി കൂടെ? ഓക്കെ ആണോ? അപ്പൊ എന്തൊക്കെ നമ്മൾ ചെയ്തു? ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ഒരു വേവ് ഫ്രണ്ട് അസ്യൂം ചെയ്തു, എ ബി is a plane wave front. AB is incident on a interface between air and water അല്ലെ? AC. APP dash എന്ന് പറഞ്ഞ ഇന്റർഫേസിൽ ഹിറ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? ഒരു റിഫ്രാക്റ്റർ റേ കിട്ടി, ദാറ്റ് ഈസ് AE അല്ലെ? എ എന്നുള്ള റിഫ്രാക്റ്റർ റേ കിട്ടി. കൂടാതെ നമ്മൾ പിന്നെ എന്ത് ചെയ്തു? ഇങ്ങനെ AE ടോ ടൈമിൽ സഞ്ചരിച്ച ദൂരം കണ്ടെത്തി. അതുപോലെ തന്നെ BC എന്ന് പറഞ്ഞുള്ള എയറിലൂടെ സഞ്ചരിച്ച റേ ടോ ടൈമിൽ സഞ്ചരിച്ച ദൂരം കണ്ടെത്തി. തമ്മിൽ രണ്ടിലും യോജിപ്പിച്ചു അല്ലെ? അപ്പോൾ V1 ടോ എന്നാണ് BC കിട്ടിയത്, കാരണം വെലോസിറ്റി ടൈം ആണ് എന്ത്? ഡിസ്റ്റൻസ് എന്നുള്ളത്. അപ്പൊ BC എന്ന് പറഞ്ഞാൽ V1 ടോ ആയി. AE എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? V2 ടോ. ടോ ഇസ് ദ ടൈം അല്ലെ? ടോ ടൈമിൽ സഞ്ചരിച്ച ദൂരമാണ് നമ്മൾ രണ്ടിലും കണക്ട് ചെയ്ത് വരച്ചത്, ഇയും സിയും. അപ്പോൾ AE എന്ന് പറഞ്ഞാൽ V2 ടോയും BC എന്ന് പറഞ്ഞാൽ V1 ടോയും കണ്ടെത്തി അല്ലെ? V1 ടോ ആണെന്ന് മനസ്സിലാക്കി. ദെൻ നമ്മൾ എന്ത് ചെയ്തു? BC ബൈ AC വെറുതെ കണ്ടുപിടിച്ചു വെച്ചു. BC ബൈ AE വെറുതെ കണ്ടുപിടിച്ചു വെച്ചു. അപ്പൊ എന്തായി? BC ബൈ AE എന്ന് പറഞ്ഞാൽ V1/V2 ആയി. നെക്സ്റ്റ് നമ്മൾ സൈൻ ഐ കണ്ടുപിടിച്ചു, സൈൻ ആർ കണ്ടുപിടിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ഓരോന്നിനും ഇക്വേഷൻ, അതായത് BC-ക്കും AE-ക്കും ഉള്ള ഇക്വേഷൻ സൈനിന്റെ രൂപത്തിൽ കണ്ടുപിടിച്ചു. AC സൈൻ ഐയും AC സൈൻ ആറും ആയിരുന്നു അത്. പിന്നെ എന്ത് ചെയ്തു? BC ബൈ AE നമ്മൾ ഡിവൈഡ് ചെയ്തു, കാരണം ഇവിടെ നമ്മൾ BC ബൈ AE കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതന്നെ ഇവിടെ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? രണ്ടും ഡിവൈഡ് ചെയ്തു. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഡിവൈഡ് ചെയ്തപ്പോൾ BC ബൈ AE കിട്ടി. റൈറ്റ് ഹാൻഡ് ഡിവൈഡ് ചെയ്തപ്പോൾ AC ക്യാൻസൽ ആയി, ബാക്കി സൈൻ ഐ ബൈ സൈൻ ആർ വന്നു അല്ലെ? അപ്പോൾ ഈ സൈൻ ഐ സൈൻ ആറും V1/V2 ഈക്വൽ ആണെന്ന് കണ്ടെത്തി. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു V1 എന്ന് പറഞ്ഞാൽ എന്താണ്? C/N1 ആണ്. C/N1 ആണ്. V2 എന്ന് പറഞ്ഞാൽ എന്താണ്? C/N2 ആണ്. N2, where N1 and N2 are the refractive index of the medium 1 and 2. അപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ മീഡിയം 1ന്റെ N1 എന്ന് പറഞ്ഞാൽ മീഡിയം 1ലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. അത് 1 ആയതുകൊണ്ടാണ് V=C ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഓക്കെ, ഓർക്കണ്ടല്ലോ? ജസ്റ്റ് ഇപ്പൊ N1 N2 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ V1 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാൻ പറ്റും? C/N1, അതായത് C എന്ന് പറഞ്ഞാൽ ലൈറ്റ് ആണ്. ലൈറ്റിന്റെ വെലോസിറ്റി ഇൻ എയർ ആണ് C. അപ്പോൾ V1 എന്നുള്ള മീഡിയത്തിലുള്ള വെലോസിറ്റി N1 ഉം V2 എന്നുള്ള വെലോസിറ്റിയിലൂടെ സഞ്ചരിക്കുന്ന മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് N2 ആണെങ്കിൽ V1/V2 എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? C/N1/C2/N1 C/N1/C/N2 എന്ന് എഴുതാം. ഇതെന്തായിരിക്കും? N2/N1 ആയിരിക്കും, കാരണം സിയും സിയും ക്യാൻസൽ ആയി പോകും. ബാക്കി എന്ത് കിട്ടും? N2/N1 എന്ന് കിട്ടും. അപ്പോൾ സൈൻ ഐ ബൈ സൈൻ ആർ എന്ന് പറഞ്ഞാൽ എന്തായി? N2/N1 ആയില്ലേ? ദാറ്റ് ഈസ് ദ സ്നെൽസ് ലോ. നമുക്ക് ഇതിലൂടെ എന്ത് ചെയ്യാം? സ്നെൽസ് ലോ പ്രൂവ് ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞു തരുന്നത്. ഓക്കെ, മനസ്സിലായി കാണുമല്ലോ? ഡൗട്ടൊന്നുമില്ലെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കണ്ടിട്ട് ചോദിക്കാം.
ഇനി നമ്മൾ ബിഹേവിയർ ഓഫ് വേവ് ഫ്രണ്ട് ഇൻ ഡിഫറെന്റ് പ്ലെയിൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇൻസിഡന്റ് പ്ലെയിൻ, അതായത് ഒരു നമുക്ക് എന്തുണ്ട്, ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ട് ഉണ്ട്. ആ പ്ലെയിൻ വേവ് ഫ്രണ്ട് എന്തില് ഒരു പ്രിസത്തിൽ ഹിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന അതിന്റെ മാറ്റമാണ് നമ്മൾ ഫസ്റ്റ് നിരീക്ഷിക്കാൻ പോകുന്നത്. നോക്കൂ, ഈ പ്ലെയിൻ വേവ് ഫ്രണ്ട് ഇവിടെ പോയി ഹിറ്റ് ചെയ്യാണ്. ഈ പോയിട്ട് ഹിറ്റ് ചെയ്യുമ്പോൾ ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ ഹിറ്റ് ചെയ്യാണ്. ഇതൊരു പ്ലെയിൻ ആണ് കേട്ടോ. ഈ പ്ലെയിൻ വേവ് ഫ്രണ്ട് തന്നെ ഇവിടെ എത്തിയില്ലേ. ഇവിടെ എത്തിയിട്ട് ഫസ്റ്റ് ഓരോ പോയിന്റ് എന്താണ് സെക്കൻഡറി സോഴ്സ് ഓഫ് ലൈറ്റ് ആണല്ലേ. അപ്പോൾ ഇവിടെ നിന്നും ലൈറ്റ് റേ പോകുന്നുണ്ട്, അതുപോലെ ഇവിടെ നിന്നും ലൈറ്റ് റേ പോകുന്നുണ്ട്, എല്ലാ പോയിന്റും പോകുന്നുണ്ട്. ഞാൻ ഇപ്പൊ 3 മാത്രമേ വരയ്ക്കുന്നുള്ളൂ. ഇവിടെ നിന്ന് എന്തുണ്ട്, ലൈറ്റ് റേ പോകുന്നുണ്ട് അല്ലെ. അപ്പോൾ നോക്കൂ, ഓരോ ലൈറ്റ് റേയും സഞ്ചരിക്കുന്ന ഡിസ്റ്റൻസ്, ഈ ലൈറ്റ് റേ ഇത്രയും ദൂരമാണ് എയറിലൂടെ സഞ്ചരിച്ചു, വളരെ കുറച്ച് ഭാഗം മാത്രമേ എന്തുള്ളൂ ഗ്ലാസ്സിലൂടെ സഞ്ചരിക്കുന്നുള്ളൂ. ഈ ലൈറ്റ് റേ ആണെങ്കിലോ വളരെ കുറച്ച് ദൂരം മാത്രമേ എയറിൽ സഞ്ചരിക്കുന്നുള്ളൂ, കൂടുതൽ ദൂരം എന്താണ് ഗ്ലാസ്സിലൂടെ സഞ്ചരിക്കും, കുറച്ച് ദൂരം ഗ്ലാസ്സിലൂടെ സഞ്ചരിക്കുന്നുണ്ടല്ലേ. ഈ റേനെക്കാട്ടും അളവ് ഗ്ലാസ്സിലൂടെ ഇത് സഞ്ചരിക്കുന്നുണ്ടല്ലേ. കൂടാതെ ലാസ്റ്റ് റേ നോക്കൂ, ഏറ്റവും താഴത്തെ റേ, അതെന്ത് ചെയ്യുന്നില്ല, എയറിലൂടെ സഞ്ചരിക്കുന്നേ ഇല്ല. ഓൺലി എന്ത് ഗ്ലാസ്സിലൂടെയാണ് ഇത്രയും ദൂരം സഞ്ചരിച്ചത് അല്ലെ. അപ്പോൾ ഞാൻ പറഞ്ഞു എയറിലൂടെ സഞ്ചരിക്കുന്നതും ഗ്ലാസ്സിലൂടെ സഞ്ചരിക്കുന്ന ലൈറ്റ് റേക്കും വ്യത്യസ്ത സ്പീഡ്സ് ആണല്ലേ. എയറിലൂടെ സഞ്ചരിക്കുന്ന എന്തിനും കൂടുതൽ സ്പീഡ് ഉണ്ടാവും, ഗ്ലാസ്സിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ സ്പീഡ് കുറവാകും, അറിയാലോ. അപ്പൊ ഇതിലൂടെ സഞ്ചരിക്കുന്ന റേ എന്ത് ചെയ്യും, പെട്ടെന്ന് എത്തും. പെട്ടെന്ന് എന്തും ഇവിടെ എത്തി, പെട്ടെന്ന് എത്തി. ഞാനിപ്പോ ഇവിടെയാണ് ആ വേവ് ഫ്രണ്ടിന്റെ പൊസിഷൻ ഇവിടെയാണെങ്കിൽ ഈ വേവ് ഫ്രണ്ട് എങ്ങനെയായിരിക്കും ഇരിക്കാൻ അറിയോ, ഇങ്ങനെ ഇങ്ങനെ ചെരിഞ്ഞായിരിക്കുക. ഇത് പ്ലെയിൻ തന്നെയാണ് കേട്ടോ, ഇത് വരയ്ക്കലിന്റെ മിസ്റ്റേക്കാണ്. ഇങ്ങനെ ചെരിഞ്ഞായിട്ടിരിക്കുക. കാരണം എന്താണ്, നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്ത റേ എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ നേരെ എയറിലൂടെ സഞ്ചരിക്കുന്നു, വളരെ കുറച്ച് ദൂരം മാത്രമേ ഗ്ലാസ്സിലൂടെ സഞ്ചരിക്കുന്നുള്ളൂ. അത് എന്ത് ചെയ്തു, പെട്ടെന്ന് എത്തി ആണ്ടോ. ഈ പോയിന്റ് ആണെങ്കിൽ ഈ പോയിന്റിലേക്ക് പെട്ടെന്ന് എത്തി. പക്ഷെ ബാക്കിയുള്ള റേ പെട്ടെന്ന് എത്തുന്നുണ്ടോ, ഇല്ല, പെട്ടെന്ന് എത്തുന്നില്ല. ശരിക്കും ഇത് ഇങ്ങനെയായിരുന്നു വരേണ്ടത്, നേരെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയായിരുന്നു വരേണ്ടത്. പക്ഷെ എന്ത് ചെയ്തു, വേവ് ഫ്രണ്ട് ഒരു ചെരിഞ്ഞു പോയി. കാരണം എന്താ, ഈ റേക്ക് ഗ്ലാസ്സിലൂടെ കുറച്ച് സഞ്ചരിക്കേണ്ടി വരുന്നതിനാൽ സ്പീഡ് വളരെ കുറവായിട്ട് എന്ത് ചെയ്തു, ഇവിടെ എത്തിയിട്ടുള്ളൂ. മറ്റേ റേ ഇവിടെ എത്തിയപ്പോൾ ഈ റേ ഇവിടെ എത്തിയിട്ടുള്ളൂ. പിന്നെ മൂന്നാമത്തെ റേ ആണെങ്കിലോ അതിനെ എപ്പോഴും ഗ്ലാസ്സിലൂടെ തന്നെ പോകേണ്ടി വന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ഡിസ്റ്റൻസ്, അതായത് മറ്റേതൊക്കെ മുന്നിലെത്തിയപ്പോഴും ഇത് ഏറ്റവും പിന്നിലായി പോയി. ഓക്കെ, ഇതൊക്കെ എന്താണ്, സെയിം ഫേസിലുള്ള പോയിന്റ്സ് ആണ് ഇവിടെ രേഖപ്പെടുത്തിയത്. അപ്പോൾ ആ സെയിം ഫേസിലുള്ള പോയിന്റ്സിൽ നിന്നും ലൈറ്റ് വരുന്നതാണ് നമ്മൾ ഇങ്ങനെ കാണിച്ചത്. അപ്പോൾ ഇവിടെ നിന്നും ഈ പോയിന്റിൽ നിന്നും ലൈറ്റ് പോയത് എന്തായി, പെട്ടെന്ന് എത്തിയില്ലേ. കാരണം എന്താണ്, കുറച്ച് ദൂരം മാത്രമേ ഗ്ലാസ്സിലൂടെ സഞ്ചരിക്കേണ്ടിയിരിക്കുന്നുള്ളൂ. ഇതെന്താണ്, പ്രിസമാണ്. പ്രിസം എന്ന് പറഞ്ഞാൽ ഗ്ലാസ് ആണ്. നിങ്ങൾ പ്രിസം കാണും കുറച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇപ്പൊ ഇങ്ങനെ ഓർക്കുക, പ്രിസം എന്ന് പറഞ്ഞാൽ ഒരു ട്രയാങ്കിൾ ഷേപ്പ് അല്ല, ഒരു 3 ഡയമെൻഷണൽ ഷേപ്പ് ആണ്. നിങ്ങൾ കാണും, അതൊരു ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഗ്ലാസ്സിലൂടെ വേവ് ഫ്രണ്ട് പോയാൽ എങ്ങനെ ഇരിക്കും എന്നാണ് നമ്മളോട് പറയുന്നത്. ഫസ്റ്റ് മുകളിൽ നിന്നുള്ള റേ എന്ത് ചെയ്യും, ഗ്ലാസ്സിലൂടെ കുറച്ച് ഭാഗമേ പോകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അതിന്റെ സ്പീഡ് അവിടെ മാത്രമേ കുറയുന്നുള്ളൂ, ബാക്കിയുള്ളതൊക്കെ എയറിലൂടെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ സ്പീഡ് അത്യാവശ്യം ഉണ്ടായിരിക്കും. അപ്പോ പെട്ടെന്ന് എത്തി. സെക്കൻഡ് റേ കുറച്ച് എയറിലും കൂടുതൽ ടൈം ഗ്ലാസ്സിലൂടെയാവും പോകുന്നത്. അപ്പോൾ അതിന്റെ സ്പീഡിന് എന്ത് ചെയ്തു, ഇവിടെ സ്പീഡ് കുറച്ച് ലാഗ് ആയി. അതുകൊണ്ടാണ് എന്ത്, മറ്റേ റേ ഇവിടെ എത്തി, ഈ റേ ഇവിടെ എത്തിയപ്പോൾ സെക്കൻഡ് റേ ഇവിടെ എത്താനേ കഴിഞ്ഞുള്ളൂ. നെക്സ്റ്റ് തേർഡ് ഫുൾ ഗ്ലാസ്സിലൂടെ പോകുന്നതിനാൽ അതിന്റെ വെലോസിറ്റി വളരെ കുറഞ്ഞു, അപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളൂ. അപ്പൊ ആ വേവ് ഫ്രണ്ടിന്റെ ഗതി എന്ത് ചെയ്തു, ഇങ്ങനെ മാറിപ്പോയി, ഇങ്ങനെ ആയിപ്പോയി, ഒരു സ്ലോപ്പ് ആയി പോയി അല്ലെ. സ്ട്രെയിറ്റ് ഉള്ളത് അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, കണ്ടോ. ഇവിടെ നിന്ന് ലൈറ്റ് എന്ത് ചെയ്യും, ഇങ്ങനെ തന്നെ പെർപെൻഡിക്കുലർ ആയിട്ട് പിന്നെ പോകാൻ തുടങ്ങും. അപ്പൊ രണ്ട് ലൈറ്റ് റേയും എന്താണ് വ്യത്യാസം ഉണ്ട് അല്ലെ. ഈ ലൈറ്റ് റേ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിരുന്നു, പിന്നെ വന്നപ്പോ എന്ത് ചെയ്തു, ലൈറ്റ് റേ ഒന്ന് ചെരിഞ്ഞു പോയി. അതാണ് മാറ്റം. നെക്സ്റ്റ് നോക്കൂ, ഇൻസിഡന്റ് പ്ലെയിൻ വേവ് ഫ്രണ്ട് ഒരു ലെൻസ്, ദിസ് ഈസ് കോൺവെക്സ് ലെൻസ്. കോൺവെക്സ് ലെൻസിൽ ഹിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഇതാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ കണ്ടോ, ഈ രണ്ട് റേയും
കുറെ ദൂരം എയറിൽ സഞ്ചരിച്ചു, കുറച്ച് ദൂരം മാത്രമേ ഗ്ലാസ്സിൽ സഞ്ചരിക്കുന്നുള്ളൂ. അപ്പോൾ ഈ റേ രണ്ടും ഇവിടെ എത്തിയില്ലേ, ഈ പോയിന്റിൽ എത്തി. ഈ റേ അതേ ടൈമിൽ തന്നെ ഈ പോയിന്റിലും എത്തി. ഇത് രണ്ടും എന്താണ്, കറക്റ്റ് ആയിട്ട് സെറ്റ് ആണ് അല്ലെ, രണ്ടും ഒരേ ടൈമിൽ എത്തി. പക്ഷെ ഈ നടുവിലൂടെ പോകുന്ന റേ അതിനെന്തുണ്ട്, ഗ്ലാസ്സിലൂടെ കുറെ സമയം സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. ഇതൊരു ലെൻസ് ആണ്, കോൺവെക്സ് ലെൻസ് ആണ്. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഗ്ലാസ് ആണ് സംഭവം. അപ്പോ ഈ നടുവിൽ നിന്നുള്ള റേക്ക് എന്ത് ചെയ്തു, കൂടുതൽ ദൂരം അത് ഗ്ലാസ്സിലൂടെ സഞ്ചരിക്കുന്നത്, വെലോസിറ്റി വളരെ കുറഞ്ഞു. അപ്പോൾ ഇത് രണ്ടും ഇവിടെ എത്തിയപ്പോൾ മറ്റേ റേക്ക് ഇവിടെ തന്നെ കഴിഞ്ഞുള്ളൂ. കണ്ടോ, അപ്പോൾ ഉണ്ടാവുന്ന വേവ് ഫ്രണ്ട് എങ്ങനെയായിരിക്കും, ഒരു ഇങ്ങനെയുള്ളൊരു വേവ് ഫ്രണ്ട് ആയിട്ട് മാറും. ദാറ്റ് ഈസ് സ്പെറിക്കൽ വേവ് ഫ്രണ്ട്. എമേർജ് ചെയ്ത് വരുന്ന വേവ് ഫ്രണ്ട് എന്തായിരിക്കും, ഒരു സ്പെറിക്കൽ ആയിട്ട് മാറി ഇങ്ങനെ ഒരു വേവ് ഫ്രണ്ട് ആണ് കിട്ടുക. കാരണം മനസ്സിലായല്ലോ, പ്ലെയിൻ വേവ് ഫ്രണ്ട് ഒരു കോൺവെക്സ് ലെൻസിലൂടെ കടന്നു പോകുമ്പോൾ എന്താവും, സ്പെറിക്കൽ വേവ് ഫ്രണ്ട് ആയി മാറും. ഓക്കെ, നെക്സ്റ്റ് ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ട് ഇൻസിഡന്റ് ചെയ്യുന്നത് ഒരു കോൺകേവ് മിററിലാണെങ്കിൽ അതിനെങ്ങനെ സംഭവിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റിഫ്ലക്റ്റഡ് റേസ് എന്തായിരിക്കും, അതുപോലെ തന്നെ ഇവിടെ ഹിറ്റ് ചെയ്യുന്നത് ഇതൊരു കോൺകേവ് മിറർ ആണല്ലേ, സോറി, ഇതിന്റെ ഷേപ്പ് ഇങ്ങനെ വക്രതയിലാണല്ലേ. അപ്പോൾ ലൈറ്റ് റേ ഇവിടെ ഒന്ന് ഹിറ്റ് ചെയ്തു അല്ലെ, അപ്പൊ എന്നിട്ട് റിഫ്ലക്ട് ചെയ്തു. പിന്നെ ലൈറ്റ് റേ ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തു, അപ്പൊ കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നില്ലേ, ഈ റേനെക്കാട്ടും കൂടുതൽ ദൂരം സഞ്ചരിച്ചില്ലേ, എന്നിട്ടാണ് വരുന്നത് അല്ലെ, തിരിച്ചു വരുന്നത്. നെക്സ്റ്റ് ഇവിടെ തട്ടി സെയിം തന്നെ, ഇത് രണ്ടും എന്തായിരിക്കും, സെയിം തന്നെ ആയിരിക്കും. പക്ഷെ നടുവിലൂടെ പോണ റേക്ക് എന്ത് ചെയ്യും, കുറച്ച് കൂടുതൽ ഡിസ്റ്റൻസ് സഞ്ചരിക്കേണ്ടിയിരിക്കും, കാരണം കർവേച്ചർ ഉള്ളത് കൊണ്ട് അല്ലെ. അപ്പോൾ വേവ് ഫ്രണ്ട് എമർജ് ചെയ്ത് വരുന്നത് എന്തായിരിക്കും, ഇതുപോലെ തന്നെ ആയിരിക്കും, ഇങ്ങനെ ഒരു വേവ് ഫ്രണ്ട് ആയിരിക്കും എമർജ് ചെയ്ത് വരിക. ഒരു കോൺകേവ് രീതിയിലുള്ള ഒരു വേവ് ഫ്രണ്ട് ആയിരിക്കും എമർജ് ചെയ്ത് വരിക. ഇത് മനസ്സിലാക്കിക്കാം. ഒരു കോൺകേവ് മിററിൽ നിൽക്കുന്ന തട്ടി വരുന്ന വേവ് ഫ്രണ്ട് എന്തായിരിക്കും, കോൺകേവ് തന്നെയായിരിക്കും. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി അതുപോലെ തന്നെ റിവേഴ്സ് രീതിയിലും കൂടി ചിന്തിച്ചു നോക്കുക. റിവേഴ്സ് രീതിയിൽ ചിന്തിക്കുന്നത് എങ്ങനെയാണ്, ഇതിലേക്കൊരു കോൺവെക്സ് ഇതാ ഇങ്ങനെ തന്നെയുള്ള ഒരു വേവ് ഫ്രണ്ട് ആണ് ഹിറ്റ് ചെയ്യുന്നതെങ്കിലോ, അപ്പൊ എന്തായിരിക്കും അവസ്ഥ, ഇതാ ഇങ്ങനെ കോൺവെക്സ് ആയിട്ടുള്ള ഒരു വേവ് ഫ്രണ്ട് ആണ് ഈ ലെൻസിലേക്ക് ഹിറ്റ് ചെയ്യാൻ വരുന്നതെങ്കിൽ ാണല്ലോ, ഇങ്ങനൊരു വേവ് ഫ്രണ്ട് തന്നെയാണ് ഇവിടെ വരുന്നതെങ്കിൽ എന്ത് ചെയ്യും, ലൈറ്റ് എന്താവും, ഈ വേവ് ഫ്രണ്ടിൽ നിന്നും എമർജ് വരുന്നുണ്ട്, ഒരു ലൈറ്റും കടന്നു വന്നുണ്ടോ. ഇങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുക, കിട്ടുന്ന റേ എന്തായിരിക്കും, പ്ലെയിൻ ആയിരിക്കും എന്നും കൂടി ഓർക്കുക. കാരണം കർവ് അല്ലേ, കർവിൽ മുകളിലുള്ള റേക്ക് എന്തായിരിക്കും, കുറച്ച് ദൂരം സഞ്ചരിക്കേണ്ടിയിരിക്കുന്നുണ്ട്. ഇത് കുറച്ചും കൂടി മുന്നിലാണ്, ഈ പോയിന്റ് എന്താണ് കുറച്ചുകൂടി പിന്നിലാണല്ലേ. അപ്പോൾ ഇത് ദൂരം കുറച്ച് കുറവാണ് സഞ്ചരിക്കുക, അപ്പൊ പെട്ടെന്ന് എത്തും, അതായത് കുറച്ച് പെട്ടെന്ന് എത്തും. പിന്നെ ഈ റേ എന്ന് പറഞ്ഞാൽ കൂടുതൽ എയറിലൂടെ സഞ്ചരിക്കുന്നത്, വളരെ കുറച്ച് ദൂരം മാത്രമേ ഗ്ലാസ്സിൽ സഞ്ചരിക്കുന്നു, അതും അതേപോലെ തന്നെ എത്തും. അപ്പൊ ഇത് പെട്ടെന്ന് മുന്നിലായതുകൊണ്ട് തന്നെ ഈ തിക്നെസിന്റെ ഇവിടെ ഉണ്ടാകുന്ന ലാഗ് എന്ത് ചെയ്യും, ഇവിടെ കോമ്പൻസേറ്റ് ചെയ്യും. കാരണം
ഈ പോയിന്റും ആക്ച്വലി സ്റ്റാർട്ടിങ് തന്നെ എന്തുണ്ട്, കുറച്ച് ഡിഫറൻസ് ഉണ്ട് അല്ലേ, കണ്ടോ? അപ്പൊ ആ ഡിഫറൻസ് ഈ ഗ്ലാസ്സിലൂടെ പോകുമ്പോഴുള്ള വെലോസിറ്റി കുറവായെങ്കിലും അത് കോമ്പൻസേറ്റ് ചെയ്യും. ഇവിടെയുള്ള പോയിന്റ് തന്നെ കിട്ടുന്ന വേവ് ഫ്രണ്ട് എന്തായിരിക്കും, പ്ലെയിൻ ആയിരിക്കും എന്ന് ഓർക്കുക. അതുപോലെ തന്നെ കോൺകേവ് മിററിലേക്ക് ഒരു ഇതേപോലത്തെ ഒരു ഇൻസിഡന്റ് ആയിട്ട് വന്നാൽ, അതായത് സെയിം ആയിട്ടുള്ള വേവ് ഫ്രണ്ട് ഉള്ള ഒരു റേ ഇൻസിഡന്റ് ആയാൽ കിട്ടുന്ന വേവ് ഫ്രണ്ട് എന്തായിരിക്കും, പ്ലെയിൻ തന്നെ ആയിരിക്കും എന്നും ഓർത്തിരിക്കുക കേട്ടോ. റിവേഴ്സ് ചിന്തിക്കുക, റിവേഴ്സ് ആയാലും റിവേഴ്സ് ഇതുപോലെ തന്നെ ഹിറ്റ് ചെയ്താൽ കിട്ടുന്നത് പ്ലെയിൻ വേവ് ഫ്രണ്ട് തന്നെ ആയിരിക്കും. ഇതും കൂടി ആലോചിച്ചിരിക്കുക. ഓക്കെ, ശരി. നെക്സ്റ്റ് ഡോപ്ലർ എഫക്റ്റ് ഇൻ ലൈറ്റ് ആണ്. ഡോപ്ലർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോപ്ലർ എഫക്റ്റ് ഇൻ ദ കേസ് ഓഫ് സൗണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, കഴിഞ്ഞ +1-ൽ. അതുപോലെ തന്നെ ഡോപ്ലർ എഫക്റ്റ് ഇൻ ലൈറ്റ് ഉണ്ട്. അതെന്താണ് പറയുന്നത്? whenever there is a relative motion between source of light and observer, the apparent frequency of the light is observed is different from the actual frequency of light. The light emitted by the source, frequency of light emitted by the source. ഒരു ലൈറ്റ് ഉള്ളൂ, മറ്റേ ലൈറ്റ് വേണ്ട കേട്ടോ. ലൈറ്റ് ഉള്ളൂ, ലൈറ്റ് ഇല്ല, സോറി. അപ്പോൾ എന്താണ് പറയുന്നത്? ഒരു റിലേറ്റീവ് മോഷൻ, ഒരു സോഴ്സ് ഒരു ലൈറ്റ് എമിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്റെ സോഴ്സ് ഇതാണ്, ഒരു ടോർച്ച് ലൈറ്റ് ആണ് വെച്ചു, അല്ലെങ്കിൽ എമർജൻസി ആണ്. എമർജൻസി എന്തുണ്ട്, ലൈറ്റ് എമിറ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഞാനൊരു ഭൂമിയിലാണല്ലേ, എനിക്ക് വേറൊരു ഗ്രഹത്തിൽ നിന്നും അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ വേറൊരു സാധനം ഉണ്ട്. ഞാൻ ഈ ബഹിരാകാശത്താണ്, ഭൂമിയിൽ നിന്നും കുറച്ച് അകലെയാണ്, കുറച്ച് ബഹിരാകാശത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ അപ്പുറത്തെ ഒരു സ്റ്റാറിനെ ഞാൻ കണ്ടു. അപ്പോൾ എന്റെ സ്റ്റാർ എന്തുണ്ട്, എന്റെ അടുത്തേക്ക് മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. സ്റ്റാർ എന്തുണ്ട്, ലൈറ്റ് എമിറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. ഒരു സ്റ്റാർ എന്റെ അടുത്തേക്ക് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് സോഴ്സ്. സോഴ്സ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന വസ്തു. അപ്പോൾ ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന ഇവിടെ സ്റ്റാർ ആണ്. അപ്പൊ ഞാനിവിടെ ഭൂമിയുടെ കുറച്ച് ഉയരത്തിലേക്ക് ബഹിരാകാശത്ത് നിൽക്കുകയാണ്. അപ്പൊ ഈ സ്റ്റാറിന്റെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യാണ്. അതാണ് റിലേറ്റീവ് മോഷൻ. സോഴ്സിന്റെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ സോഴ്സ് എന്താണ്, മൂവിങ് ആണല്ലേ. അപ്പൊ ആ എമിറ്റ് ചെയ്യുന്ന ലൈറ്റ് ഉണ്ടോ, ഈ ലൈറ്റിന്റെ വേവ് ലെങ്ത്തിൽ മാറ്റം ഉണ്ടാവും, അല്ലെങ്കിൽ ഫ്രീക്വൻസി മാറ്റം ഉണ്ടാവും എന്നാണ് ഡോപ്ലർ പറയുന്നത്. അതായത് ഒരു സോഴ്സ് അത് എമിറ്റ് ചെയ്യുന്ന ലൈറ്റ് അതിന്റെ വെലോസിറ്റി അനുസരിച്ച് മാറും എന്നാണ്. there is a relative motion between source and light observed. The apparent frequency of observed is different from actual frequency. അതായത് ഇതിന്റെ മോഷൻ, ഇത് വെലോസിറ്റി കൂടുന്തോറും ഈ ലൈറ്റ് എമിറ്റ് ചെയ്യുന്നതിന്റെ ഫ്രീക്വൻസിയും മാറ്റം വരും എന്നാണ് പറയുന്നത്. സപ്പോസ് എന്റെ സ്റ്റാർ എമിറ്റ് ചെയ്യുന്നത് ഒരു കണ്ടോ, ഇതാണ് എന്റെ സ്റ്റാർ, ഇത് ഭൂമി. ഇതാണ് ഞാൻ നിൽക്കുന്ന കേന്ദ്രം, ഇതാണ് സ്റ്റാർ എങ്കിൽ ഈ സ്റ്റാർ ഇങ്ങനെ ലൈറ്റ് എമിറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ കണ്ടോ, ഈ ലൈറ്റ് അടുത്തെത്തുന്നോറും ഈ ലൈറ്റിന്റെ കളർ മാറി മാറി വരുന്നുണ്ടോ. അതാണ് പറയുന്നത് സോഴ്സിന്റെ മോഷൻ അനുസരിച്ച്, അതായത് സോഴ്സ് ഇപ്പോൾ ഒരു വെലോസിറ്റി വീല് മോഷൻ ചെയ്യുകയാണെങ്കിൽ ലൈറ്റിന്റെ ഫ്രീക്വൻസി മാറി മാറി വരും എന്നാണ് പറഞ്ഞത്. ഞാനൊരു സ്ഥലത്ത് നിൽക്കുന്നു, എന്റെ അടുത്തേക്ക് ഒരു സോഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ സോഴ്സ് എമിറ്റ് ചെയ്യുന്ന ലൈറ്റിന്റെ ഫ്രീക്വൻസി മാറി മാറി വരുന്നു എന്നാണ് ഡോപ്ലർ പറഞ്ഞത്. Okay, whenever there is a relative motion between source and light, the actual frequency of the actual frequency emitted by the source, actual frequency of light emitted by the source will be changing when the source is on the motion. Clear? Suppose this is my source and I am here. അപ്പോൾ ഈ സോഴ്സ് എൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആക്ച്വലി ഒരു ഫ്രീക്വൻസി, ദാറ്റ് ഈസ് ന്യൂ എന്നുള്ള ഒരു ഫ്രീക്വൻസിയാണ് എൻ്റെ സോഴ്സ്
എന്റെ സോഴ്സിന്റെ യഥാർത്ഥ ഫ്രീക്വൻസി, അതായത് എന്റെ സോഴ്സ് എമിറ്റ് ചെയ്യുന്ന ലൈറ്റിന്റെ ഫ്രീക്വൻസി ന്യൂ ആണെങ്കിൽ ഈ സോഴ്സ് എന്റെ അടുത്തേക്ക് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സോഴ്സ് ഇവിടെയായിരുന്നു, പിന്നെ ഇവിടെയായിട്ട് ഇങ്ങനെ ലൈറ്റ് എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ലൈറ്റിന്റെ ഫ്രീക്വൻസി എന്താണ്? ന്യൂ ഡാഷ് ആയിരിക്കും. കണ്ടോ? അപ്പോൾ എന്റെ സോഴ്സ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് എന്റെ ലൈറ്റിൽ ഉണ്ടാകുന്ന ഫ്രീക്വൻസി മാറും. ഫ്രീക്വൻസി മാറുന്നതാണ് വേവ് ലെങ്ത് മാറുകയാണ് എന്നാണ് അർത്ഥം. വേവ് ലെങ്ത് മാറുന്നതാണ് അതിന്റെ കളർ മാറുകയാണെന്നാണ് അർത്ഥം. അപ്പോൾ എന്താണ്? ഒരു റിലേറ്റീവ് മോഷൻ ഉണ്ടെങ്കിൽ ആക്ച്വൽ ഫ്രീക്വൻസിയിൽ നിന്ന് ഒരു ഷിഫ്റ്റ് ഉണ്ടാവും എന്നാണ് എന്ത് ഡോപ്ലർ പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് കാൾഡ് ഡോപ്ലർ എഫക്ട് ഇൻ ദ കേസ് ഓഫ് ലൈറ്റ്. Let source light moves away from the stationary observer, the time taken by the wavefront to reach the observer will be less than the actual frequency of light. If the source of light moves towards the stationary observer, light is more than actual frequency. അതായത് സോഴ്സിന്റെ മോഷൻ, സോഴ്സ് മൂവ് ചെയ്യുന്നതനുസരിച്ചും പിന്നെ ഒബ്സർവർ മൂവ് ചെയ്യുന്നതനുസരിച്ചും എന്തുണ്ട്? അതിന് മാറ്റം വരും. അതാണ് അപ്പാരന്റ് മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ ഡോപ്ലർ എഫക്റ്റിന്റെ ഇക്വേഷൻ ഉണ്ട്, അതുകൂടി ഓർത്തിരിക്കുക. ഡെൽറ്റ ന്യൂ ബൈ ന്യൂ equal to B by C, where delta nu is a shift in frequency due to motion, nu is the actual frequency, B is the velocity of the source, and C is the velocity of light. Okay, ഇതാണ് എന്റെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ വെച്ചിട്ട് പ്രോബ്ലംസ് ഒന്നും വരാറില്ല. എന്താണ് ഈ ഷിഫ്റ്റ് എന്ന് ഓർത്തിരിക്കുക. അതായത് ഇപ്പോൾ ഒരു സെലസ്ട്രിയൽ, ഞാൻ ഭൂമിയുടെ മുകളിലാണ്, ഭൂമിയിൽ നിന്നും കുറച്ച് ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. എന്റെ അടുത്തേക്ക് ഒരു സ്റ്റാർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്റെ അടുത്തേക്ക്. അപ്പൊ സ്റ്റാർ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് അത് എമിറ്റ് ചെയ്യുന്ന ലൈറ്റിന്റെ വേവ് ലെങ്ത് അല്ലെങ്കിൽ ഫ്രീക്വൻസി എന്ത് ചെയ്യും? മാറി വരും എന്നാണ് എന്ത് ചെയ്യുന്നത്? ഡോപ്ലർ പറഞ്ഞത്. ഓക്കെ, അടുത്തേക്ക് വരുന്നതോറും ഫ്രീക്വൻസി കൂടുന്നു എന്നാണ് ഡോപ്ലർ പറഞ്ഞത്. അതായത് ഞാനിപ്പോ ഭൂമിയുടെ മുകളിലാണെങ്കിൽ എന്റെ അടുത്തേക്ക് സ്റ്റാർ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ആദ്യം റെഡിലായിരിക്കും തുടങ്ങുന്നതെങ്കിൽ റെഡിൽ നിന്നും അത് അടുത്തേക്ക് വരുന്നവർ അതിന്റെ ഫ്രീക്വൻസിയുടെ ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി കൂടി വരുന്നതാണ്. അപ്പൊ റെഡ് കഴിഞ്ഞ് ഫ്രീക്വൻസി കൂടി ഇത് ബ്ലൂവിലേക്ക് എത്തും, അങ്ങനെ പറയുന്നത്. അതായത് അത് ഇങ്ങനെ മൂവ് ചെയ്യുന്നതനുസരിച്ച് അതിന്റെ കളർ മാറി വരുന്നു, കാരണം ഫ്രീക്വൻസി കൂടി വരുന്നു, ലാംഡ കുറഞ്ഞു വരുന്നു എന്ന് ഓർത്തിരിക്കുക. അതാണ് എന്ത് ഡോപ്ലർ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ. ബ്ലൂ ഷിഫ്റ്റ് എന്താണ്? റെഡിൽ നിന്നും ബ്ലൂവിലേക്ക്, അതായത് അടുത്തേക്ക് വരുന്നതോറും ഫ്രീക്വൻസി കൂടി വരുന്നു, അപ്പോൾ ബ്ലൂവിലേക്ക് ഷിഫ്റ്റ് ഉണ്ടാവും. അകന്നകന്ന് പോവുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഫ്രീക്വൻസി കുറഞ്ഞാണ് വരിക. ഞാൻ ഒബ്സർവ് ചെയ്യുന്ന ഫ്രീക്വൻസി എന്താവും? ലൈറ്റിന്റെ ഫ്രീക്വൻസി കുറഞ്ഞു വരും. ഓക്കെ, ആക്ച്വലി വേറൊരു ഫ്രീക്വൻസി ആയിരിക്കും. നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ഫ്രീക്വൻസി എന്താവും? കുറഞ്ഞു വന്നിട്ട് അത് റെഡിലേക്ക് എത്തും. അതാണ് എന്ത് റെഡ് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ബ്ലൂ ഷിഫ്റ്റ്, റെഡ് ഷിഫ്റ്റ്. ഓക്കെ, നെക്സ്റ്റ്, what is superposition principle? രണ്ട് വേവ് ഉണ്ട്, എ ആൻഡ് ബി അല്ലെ. എന്റെ ആംപ്ലിറ്റ്യൂഡ്, ദിസ് വേവ് ആംപ്ലിറ്റ്യൂഡ് എന്താണ്? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ദിസ് ഡിസ്റ്റൻസ് അല്ലെ, അല്ലെങ്കിൽ ദിസ് ഡിസ്റ്റൻസ്, അതെന്താണ്? എ ആണ്. സെക്കൻഡ് വേവ് സെയിം ആംപ്ലിറ്റ്യൂഡ് തന്നെ. ആൾസോ ഫേസ് എന്ന് പറഞ്ഞാൽ സെയിം ഫേസ് തന്നെയാണല്ലേ. ഈ പോയിന്റും കോയിൻസൈഡ് ചെയ്യുന്നില്ലേ?
അതുപോലെ തന്നെ ഈ പോയിന്റ് സെയിം പോയിന്റ്സ് കഴിയുന്നില്ലേ, സെയിം സ്റ്റേറ്റ്സ് തന്നെ കോയിൻസ് കഴിയുന്നുണ്ട്. അപ്പൊ എന്താണ്, സെയിം ഫേസ് തന്നെയാണ്. ഈ രണ്ട് വേവ്സും കൂട്ടിച്ചേർത്താൽ എനിക്ക് ഇങ്ങനെ ഒരു വേവ് ഉണ്ടാവുമെന്ന്, റിസൾട്ടന്റ് വേവ് ഇങ്ങനെയാണ് കിട്ടുക. ഇതിന്റെ പ്രത്യേകത എന്താണ്, ഈ രണ്ട് ആംപ്ലിറ്റ്യൂഡും കൂടി ആഡ് ചെയ്തിട്ട് 2A എന്നുള്ള ആംപ്ലിറ്റ്യൂഡ് ആയി. 2A താഴത്താണെങ്കിലും മുകളിലാണെങ്കിലും എന്താണ് 2A. അതാണ് സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ. What is superposition principle? According to superposition principle, the resultant displacement produced by a number of waves at a particular point in the medium is a vector sum of displacement produced by the each waves. എന്താണ്, according to superposition principle, the resultant displacement produced by a number of waves at a particular point is point in the medium is the vector sum of displacement produced by each wave. This displacement of resultant wave എന്നായിരിക്കും, displacement of individual waves ആയിരിക്കും എന്നാണ് പറഞ്ഞത്. That is superposition principle. Okay, മനസ്സിലായല്ലോ? അപ്പൊ എന്താണ് സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിൾ? രണ്ട് വേവ്സ് സെയിം ഫേസിലാണെങ്കിൽ റിസൾട്ടന്റ് വേവ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, റിസൾട്ടന്റ് വേവിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ രണ്ട് വേവിന്റെയും കൂടി ഡിസ്പ്ലേസ്മെന്റിന് അഡീഷൻ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ഇറ്റ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, രണ്ടിന്റെ ആംപ്ലിറ്റ്യൂഡിന്റെ സം ആയിരിക്കും. ദാറ്റ് ഈസ് സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിൾ. ഓക്കെ, ശരി. എന്തൊക്കെ നമ്മളിന്ന് പറഞ്ഞു? ഫസ്റ്റ് റിഫ്രാക്ഷൻ പറഞ്ഞു, പിന്നെ വേവ് ഫ്രണ്ട് ഓരോ മീഡിയത്തിലൂടെ സഞ്ചരിക്കുന്ന കേസ് പറഞ്ഞു, പിന്നെ ഡോപ്ലർ എഫക്ട് പറഞ്ഞു, ബ്ലൂ ഷിഫ്റ്റ് റെഡ് ഷിഫ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. പിന്നെ എന്താണോ സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിൾ പറഞ്ഞു. ഓക്കെ, ഇത്രയും വായിച്ചിരിക്കുക. എന്നിട്ട് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. താങ്ക് യു.